Hey guys, welcome back to my channel. So ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു പഹൽഗം ജേർണിയാണ്. ശ്രീനഗറിൽ നിന്ന് നമ്മൾ രാവിലെ തന്നെ ഇറങ്ങി അവിടെ നിന്ന് ഏകദേശം ഒരു 110 കിലോമീറ്റർ ഉണ്ട് പഹൽഗം എന്ന് പറയുന്നൊരു സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട്. എപ്പോഴത്തെയും പോലെ ദാൽ ലേക്കിലൂടെ ആയിരുന്നു ഞങ്ങളുടെ യാത്ര. ദാൽ ലേക്ക് കഴിഞ്ഞ് കുറച്ചൊക്കെ പോകുമ്പോഴായിരുന്നു പഹൽഗം എന്ന് പറയുന്നൊരു സ്ഥലം. അത്യാവശ്യം നമുക്ക് നല്ല സീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും നേരം കണ്ടതിൽ വെച്ചും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള വിഷ്വൽസ് ആയിരുന്നു നമ്മൾ കണ്ടത്. ഈ ഒരു പൊക്കോണ്ടിരിക്കുന്ന റോഡെന്ന് പറയുന്നത് ജമ്മു റോഡാണ്. നമ്മൾ ജമ്മുവിലോട്ട് പോകുന്ന റോഡാണ്. നല്ല രസമായിരുന്നു അവിടെയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പുറത്തും ഇപ്പുറത്തും സൈഡിലൊക്കെ നമ്മളുടെ ഈ സാഫ്രോണിൻ്റെ കൃഷിയുള്ള സ്ഥലങ്ങളായിരുന്നു. നല്ലൊരു ഹൈവേ ആയതുകൊണ്ട് തന്നെ ഇന്നലത്തെ ബ്ലോഗിൽ, അതായത് നമ്മുടെ ഡേ 2 ഓഫ് സോനമർഗിൻ്റെ പോലത്തെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. നല്ല സ്മൂത്ത് ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു അത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ആകെ ഒരു റോഡ് ട്രിപ്പ് എന്ന് പറയുന്നത് ആ ഒരു ജേർണി ആയിരുന്നത്. ശ്രീനഗർ ടു പഹൽഗം എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് നല്ല വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമുക്കൊരു എന്താ പറയുക, നമ്മളുടെ നാട്ടിലൊക്കെ പോകണ ഏകദേശം ഒരു വൈബായിരുന്നു. ഫുൾ പച്ചപ്പ്, അപ്പുറത്തും ഇപ്പുറത്തും നല്ല രീതിക്കുള്ള കൃഷി, പിന്നെ നല്ല തണുത്ത കാറ്റ്. ഇതൊക്കെ ആ ഒരു സാഫ്രോൺ ഫീൽഡ്സാണ്. അവിടെയൊക്കെ സാഫ്രോണിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഒരുപാട് ചെമ്മരിയാടിനെ കാണാൻ പറ്റി. ചെമ്മരിയാടെല്ലാം അവരുടെ സ്കിന്നെല്ലാം കളഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇപ്പം അവിടെ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ വിൻ്റർ അവസാനമാകുമ്പോൾ തന്നെ അവരുടെ ആ സ്കിന്നൊക്കെ ആ ഒരു കോട്ടൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കും. സോ അതായിരുന്നു ഈ പുൽവാമ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ പുൽവാമയിലോട്ട് പോകുന്നതും ഈ ഒരു റോഡ് തന്നെയായിരുന്നു. ജമ്മു, പുൽവാമ ഇവിടെയൊക്കെ പോകുന്നത് ഈ ഒരു സെയിം റോഡൊക്കെ തന്നെയായിരുന്നു. അതൊരു നല്ലൊരു ജേർണി ആയിരുന്നു. ഭയങ്കര ഒട്ടും തിരക്കില്ലാത്ത, നല്ല അധികം റഷൊന്നും ഇല്ലാത്തൊരു നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ജേർണി ആയിരുന്നു. നമ്മളിപ്പോ പഹൽഗാമിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു റോഡാണ്. ഇതിപ്പോ നല്ല റോഡാണ്. ജമ്മു ശ്രീനഗർ ഹൈ റോഡ്, മെയിൻ റോഡാണിത്. ഇത്രയും നേരം കേരളത്തിലെ കുളമല്ല. രാജേശ്വാമനും മാളുമാമിയും തിരിച്ച് വീട്ടിൽ പോയേക്കണം. മാളുമാമിക്ക് അതിഭയങ്കരമായ പ്രശ്നം ഉണ്ടായിരുന്നു. എന്തായാലും വൈശാലിക്ക് നല്ലൊരു തരക്ക് കൊണ്ടായിരുന്നു. ആദ്യത്തെ 2 ദിവസം ടൂർ മൊത്തം മുടക്കി. ബ്ലഡി ഇഡിയറ്റ്. വന്നില്ലേ കൂടെ? അല്ലടാ വന്നു. അല്ല, താങ്ങി പിടിച്ചെടുത്തോണ്ട് വേണ്ടി വന്നു. എന്റെ ബർത്ത്ഡേ ആണെന്ന് 200. അതൊരു സംഭവമാണ്. രാവിലെ നമ്മള് റൂമിൽ എല്ലാവരും ഇരിക്കായിരുന്നു. നമ്മൾ തന്നിട്ട് ഒരു സെക്കൻഡ് റൂമിൽ വന്നിട്ട് ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്, നമ്മളെ കയ്യില് പിടിച്ചിട്ട് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ എവളെയൊക്കെ എന്തൊരു പറഞ്ഞാ കൊള്ളാൻ. എന്ത് ചെയ്യാനാണ്, എന്റെ ബർത്ത്ഡേ ആരും ഓർത്തില്ല. ഇന്ന് ബർത്ത്ഡേ അല്ല, ബർത്ത് സ്റ്റാർ ആണ്. സ്റ്റാറാണ് സ്റ്റാർ, അണ്ടർആം സ്റ്റാർ. നമ്മളൊരു സാഫ്രോണിന്റെ കടയിലാണ് ഇപ്പോ. രതീഷ് അവനൊക്കെ ചായ കുടിക്കാൻ, രതീഷ് അവനാണ് ആ ചായ കുടിക്കാൻ നിൽക്കുന്നത്. കടക്കകത്ത് നമ്മൾ ഡ്രൈവർ മാമനാണ് കടക്കകത്ത് നിൽക്കുന്നത്. പരിചയക്കാരനാണ്. അങ്ങനെ ഏകദേശം ഈ 110 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 3.5 hour ജേർണിയാണ്. അപ്പം അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ പഹൽഗാമിലോട്ട് എത്താറാകുമ്പോഴേക്കുള്ളൊരു സീനാണിത്. ആപ്പിൾ തോട്ടം. ഇപ്പം ശ്രീനഗർ അല്ലെങ്കിൽ കാശ്മീർ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമുക്ക് മനസ്സിലോട്ട് എത്തുന്ന അവിടുത്തെ ആപ്പിൾ കൃഷിയാണ്. അപ്പം ആപ്പിളിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ അവർ ഈ വിസിറ്റേഴ്സിനെയൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഫേക്ക് ആപ്പിൾസ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആകർഷത ആയതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ആപ്പിൾ തോട്ടം വിസിറ്റൊക്കെ ചെയ്തു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആപ്പിളൊക്കെ ഇങ്ങനെ കുഞ്ഞായിട്ട് മുളച്ച് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഒറിജിനൽ ആപ്പിൾ അല്ല. ആപ്പിൾ ഉണ്ടെന്നാ പറയുന്നത്, പക്ഷെ ഇത് ആപ്പിൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഇത് ഫുൾ ഇങ്ങനെ ആപ്പിളാണ്. ഇത് ഫുള്ള് ആപ്പിളൊക്കെ ആപ്പിളിന്റെ സീസൺ ആയിട്ടില്ല. ഇതാണ് ആപ്പിൾ സാധനം. ഇവിടെ പക്ഷെ ആപ്പിൾ ഇല്ല. പ്ലാസ്റ്റിക് മാത്രം. ആപ്പിൾ വരും ഇവിടെ നിന്നാണ് ആപ്പിൾ വരുന്നത്. ആപ്പിളിന്റെ കായുണ്ട്. അതാണ്ട് ഇവിടെ ഒരു കായ് ഇരിപ്പുണ്ട്. This is apple's car.
ദിസ് ഈസ് ആപ്പിൾസ് കാ. നമുക്കാണെങ്കിൽ ഒരു ഒരു പറിക്കാം. ഇതാണ് ആപ്പിളിന്റെ ഇല. ഒരു 6 മാസം കഴിയുമ്പം ആപ്പിൾ കിട്ടും. ആപ്പിൾ കിട്ടും. കുറച്ച് പേർക്ക് ആപ്പിൾ പറിച്ചോണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്കിനി ആപ്പിളിന്റെ ഇല കൊടുക്കാം നമുക്ക്. അതൊരു വീഡിയോ എടുത്ത് വെച്ചാൽ നമുക്ക് എല്ലാവരും കാണിച്ചു കൊടുക്കാം. എല്ലാവരും ആപ്പിൾ വാങ്ങിച്ചോണ്ടിരാനാണ് പറഞ്ഞത്. തൽക്കാലത്തേക്ക് ഇപ്പൊ ആപ്പിളിന്റെ ഇലയേ ഉള്ളൂ. നമുക്കിത് എല്ലാവർക്കും എന്റെ പോക്കറ്റിൽ വെക്കാം. കാരണം ഇവിടെ ആൾക്കാർക്ക് കാണാൻ കണ്ടവർ നമ്മളെ പിടിച്ചിടും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ. സോ ഇവിടെ ആപ്പിൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആപ്പിൾ അങ്ങനെ വാങ്ങിക്കാൻ പറ്റിയില്ല. ഉണ്ടായിരുന്നത് തന്നെ അവർ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ള 2-3 ആപ്പിൾസ് ആയിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ആപ്പിളിൻ്റെ ജാമാണ്. റിയൽ ആപ്പിളാണ് ഗായ്സ്. ഞാൻ കഴിച്ചിട്ട് റിവ്യൂ പറയാം. ആപ്പിൾ ജ്യൂസാണ്. അങ്ങനെ ആപ്പിളിൻ്റെ കാര്യമൊക്കെ സംസാരിച്ച് നമ്മുടെ പ്ലേസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ കച്ചവടക്കാരൻ പറയുക അദ്ദേഹം അവിടെ വർക്കല ക്ലിഫിൽ ഒരു റിസോർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് ഇടയ്ക്ക് വരാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്ഥലമൊക്കെ പറഞ്ഞപ്പോൾ അയാൾക്കറിയാം. അങ്ങനെ കുറച്ച് കമ്പനിയൊക്കെ ആയി. എന്നിട്ട് ആപ്പിൾ വരുന്ന സീസൺ ആകുമ്പോഴത്തേക്കും നമുക്കും കുറച്ച് ആപ്പിൾ അയക്കാനും പറഞ്ഞിട്ടുണ്ട്. സോ ഇതാണ് പഹൽഗമിൽ എത്തിയിട്ടുള്ള സീൻസ് എന്ന് പറയുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഈ കുറേ പച്ചപ്പ്, അതിൻ്റെ ഇടയിലൂടെ ഒഴുകുന്ന ഈ നദി കാണാൻ ഭയങ്കര രസമായിരുന്നു. അവിടെയും ഭയങ്കരമായിട്ട് ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഇൻ്റർനെറ്റിൽ അടിച്ചു നോക്കിയാൽ അറിയാം പഹൽഗമിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. എനിക്ക് മാക്സിമം പറ്റാവുന്ന രീതിക്ക് ഞാൻ കുറച്ചൊക്കെ ക്യാപ്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു ജേർണി ആയിരുന്നു. എനിക്ക് പഹൽഗം നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. സോ നമ്മൾ പിന്നെ പഹൽഗമിലെത്തി. അവിടെ ചെന്നപ്പോഴാണ് ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലായത്. ഓരോ ചെറിയ റൈഡും പോകണമെങ്കിൽ നമ്മൾ കുതിരയിൽ തന്നെ കയറി പോകണം. കുതിരയിൽ കയറണമെങ്കിൽ തന്നെ 3000 രൂപ എന്തോ നമ്മൾ കൊടുക്കണം. സോ അത് കുറച്ച് ടാസ്ക് ആയിട്ട് തോന്നി. ഈ ഒരു പഹൽഗമിലാണ് നമ്മൾ ഈ റീൽസിൽ കാണുന്ന പോലത്തെ മിനി സ്വിറ്റ്സർലൻഡ് അങ്ങനെയൊക്കെ പറയുന്ന സ്ഥലങ്ങൾ. പക്ഷേ ഈ ഒരു മിനി സ്വിറ്റ്സർലൻഡിൽ പോകണമെങ്കിൽ തന്നെ ആദ്യത്തെ 3 സ്ഥലമുണ്ട്. അവിടെ കയറിയിട്ട് മാത്രമേ നമുക്ക് ആ ഒരു സ്ഥലത്തെത്താൻ പറ്റുള്ളൂ. ഈ സ്ഥലങ്ങളെല്ലാം കയറി പോകണമെങ്കിൽ നമ്മളെല്ലാം കുതിരയിൽ തന്നെ പോകണം. വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും അവിടെ അലൗഡ് അല്ലായിരുന്നു. സോ ആ ഒരു റേറ്റ് കുറച്ച് കൂടുതലാണെന്ന് തോന്നി. കാരണം പെർ പേഴ്സണ് 3000 രൂപ എന്നൊക്കെ പറയുമ്പോൾ അത് കുറച്ച് കൂടുതലാണ്. പഹൽഗമിലെത്തി. പക്ഷെ ഒരു വിധത്തിലും അവർ പൈസ കുറയ്ക്കുന്നില്ല. ഒരാൾക്ക് 3000 രൂപയാണ് പറഞ്ഞത്. ഒരു കുതിരയിൽ ഇതുപോലെ മോള് വരെ പോകാൻ വേണ്ടി 3000 രൂപയാണ് പറയണത്. അതൊക്കെ ശരിയല്ലേ? നമ്മൾ ഭയങ്കര കത്തി വിലയാണ്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവിടെ 500 രൂപയാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് കുതിരക്ക് പോയേണ്ട പൈസ. 3000 രൂപയാണ്. നമ്മളെ പറഞ്ഞു 1800 വരെ എത്തി. അവന്മാര് വലിപ്പിക്കുമല്ലോ എന്നൊരു സംശയം. അതുകൊണ്ട് നമ്മൾ അതുകൊണ്ട് ഒറിജിനൽ കുതിരക്കാരനെ തിരക്കി പോയിരിക്കുകയാണ് എന്റെ ഡാഡി. ഇതെല്ലാരും ബ്രോക്കറാണ് ഗൈസ്. ബ്രോക്കർ വന്ന് കുതിരക്കാരനെ സെറ്റ് അങ്ങനെ പോണേ. നമ്മള് ഡയറക്റ്റ് കുതിരക്കാരനെ പിടിക്കാൻ പറ്റൂല. നോക്കട്ടെ. ഭയങ്കര തണുപ്പാണ്. ഇവിടെ ഇപ്പൊ എത്ര ഡിഗ്രി? ഐ തിങ്ക് അറൗണ്ട് ഒരു 10-9 അത്രയും വരും. നല്ല തണുപ്പുണ്ട്. എല്ലായിടത്തും പോയതിനെക്കാട്ടി നല്ല തണുപ്പാണ്. ചേട്ടാ എന്റെ കുറുക്കി കയറാട്ടോ, ഞാൻ കൊണ്ടുപോവാ. ആരെങ്കിലും കാശ്മീർ വരികയാണെങ്കിൽ മാക്സിമം ബാർഗൈനിങ് സ്കിൽ ഉള്ള ഒരാളെ കൊണ്ട് വേണം വരാൻ. കാരണം ഇവരിപ്പോ പറഞ്ഞ ഈ 3000 രൂപ പറഞ്ഞ് 1500 വരെ എത്തി. ഇപ്പൊ നമ്മൾ ചോദിച്ചെന്ന് പറഞ്ഞാൽ 1000 രൂപ പെർ പേഴ്സൺ 1000 രൂപയ്ക്ക് തരാൻ പറ്റുമെങ്കിൽ കയറാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇവർ പറയുകയാണ് ഇല്ല പറ്റൂല, 1800 വരെ വന്നു. ഇപ്പൊ 1500 വരെ വന്നിട്ടുണ്ട്. അപ്പൊ കാശ്മീരിൽ വരുന്നവര് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബാർഗൈൻ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളെ ഇടയില് പയ്യനാണ് മാക്സിമം ചെയ്യണം. നല്ല തണുപ്പുണ്ട്. ഇവിടെ നല്ല കാറ്റാണ് കൂടുതലും. ഇന്ന് ഒരു മഴയ്ക്ക് കോളുണ്ട്. കുറച്ച് ഇടിയും വെട്ടലും ഒക്കെ ഉണ്ട്. ഇടിവെട്ടലുണ്ട്. ഇടിയും വെട്ടലല്ല ഇടിവെട്ടൽ. അപ്പൊ എല്ലാവരും മഞ്ഞുമഴയായിരിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു നമ്മൾ. എന്നാൽ അതിന്റെ ഒരു ഡാൻസ് വീഡിയോ വരുന്നതാണ് ഗൈസ്. എന്താണ് മുഖത്തൊല്ലതും കയറിയിട്ടുണ്ടോ? ഭയങ്കര തണുപ്പ്. തണുപ്പാണോ? എനിക്ക് പനിയാണ്. എല്ലാരും ഇത് ഫസ്റ്റ് ദിവസം തന്നെ ടൂർ കുളമാക്കി. നമ്മള് എവിടെ ഗുൽമാർഗിൽ പോയതിന്റെ അന്ന് വന്ന് അവിടെ പോയി ഗുൽമാർഗ് എത്തിയതും കുഴഞ്ഞു വീണ് ഇത് കഴിഞ്ഞ
കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഇവിടെ ഒരു ഗാർഡൻ പോലത്തെ ഇവിടെ പെർ പേഴ്സൺ 50 റുപ്പീസാണ്. ഐലൻഡ് പാർക്ക് ആണ് ഇതിൻ്റെ പേര്. ഇപ്പോൾ വലിയ സീസണൊന്നും അല്ലാത്തതുകൊണ്ടാണ് ഇവിടെ പൂക്കളൊന്നും ഇല്ല. പിന്നെ നമ്മൾ തിരിച്ചു പോവുകയാണ് ഹോട്ടൽ റൂമിലോട്ട്. എത്തി നോക്കണ്ട, അതിൻ്റെ അടുത്തോളാം ഞാൻ. അമ്പാടിയാണ്, മാവനാണ്, എല്ലാവരും ഉണ്ട്, അച്ഛനാണ്. കുറച്ച് മഴയൊക്കെ പെയ്തു, അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് നമ്മൾ കയറിയത്. ഇവിടുത്തെ വിഷ്വൽസ് ഒക്കെ കാണിച്ചു തരാം. നമ്മൾ നമ്മുടെ പഹൽഗമിലെ റിസോർട്ടിലെത്തിയതോ. ഇതാണ് റിസോർട്ട്. ഇവിടെ നല്ല വ്യൂസ് ഒക്കെ ഉണ്ട്. അത് അവൻ്റെ ആണെന്ന് തോന്നുന്നു. സോ ആണ് നെക്സ്റ്റ് ഹോട്ടൽ ബ്രോസ്. ഇനിയിപ്പോൾ നമ്മൾ പഹൽഗമിലൊരു റിസോർട്ടിലാണ്. പഹൽഗം റിസോർട്ടിലെത്തി ഗൈസ്. ഇപ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ റൂമിൽ ഇരുന്ന് തന്നെ നല്ലൊരു സീനറി ഉണ്ട്. കിട്ടുന്ന വ്യൂ ആണ് ഗൈസ്. നമ്മൾ റൂമിൽ എത്തിയിട്ട് കാണിച്ചു തരാം. നമ്മളിപ്പോൾ റൂമിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങി ഇവിടെ ഒരു റിവർ സൈഡ് ഉണ്ട്. നമ്മൾ അവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാൻ പോവാണ് ഗൈസ്. നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്. എത്ര ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ആ വ്യൂ കാണിച്ചു തരാം. ഇതാണ് ആ വ്യൂ. ഭയങ്കര കാറ്റാണ്, നല്ല കാറ്റുണ്ട് ഗൈസ്. അങ്ങനെ കുറച്ച് നേരം നമ്മൾ ആ ഒരു ഹോട്ടൽ റൂമിൻ്റെ വെളിയിലുള്ള കാഴ്ചകളൊക്കെ കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് റൂമിൽ വരികയാണ് ചെയ്തത്. കാരണം എനിക്ക് ഒട്ടും നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ മാക്സിമം എഫേർട്ട് എടുത്തിട്ടായിരുന്നു ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ടാറ്റ ബൈ ബൈ.